അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് ഫസ്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് 18 മാർക്ക് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. സോ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അഗ്രസീവ് ആയിട്ട് പഠിക്കാനുള്ള സമയം അല്ലേ? വളരെ കുറച്ച് ദിവസം. അപ്പൊ എന്താണ് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ്? അതേപോലെ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമോ, അതായത് ഫസ്റ്റ് ടൈം പഠിച്ചില്ലെങ്കിൽ ഫുൾ മാർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യം ഒരുപാട് കുട്ടികൾ നിരന്തരം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവും എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ വെയിറ്റേജ് എന്താണ്, ഫസ്റ്റ് ടൈമിൽ നിന്ന് എത്ര ശതമാനം ക്വസ്റ്റ്യൻസ് വരും, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് വെയിറ്റ്, ഓരോ ചാപ്റ്ററിലും എത്ര മാർക്ക് വരുന്നുള്ള വ്യക്തമായ ധാരണ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. പാസ് ആകാൻ ചിലപ്പോൾ ഒരു ചാപ്റ്ററിന്റെ ആവശ്യം നിങ്ങൾക്കുള്ളൂ. അത് ഏത് ചാപ്റ്റർ ആണോ ഒക്കെ അറിയാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. കാരണം പ്രാക്ടിക്കലിന്റെ നമ്മുടെ വീഡിയോസ് അപ്പ് ചെയ്യാൻ തുടങ്ങി. ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും അതേപോലെ ക്രിസ്മസ് എക്സാമിന്റെയും ഒക്കെ ഒരുപാട് വീഡിയോസും ക്ലാസ്സസും നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ നമ്മള് തുടങ്ങാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാം ആരംഭിക്കുന്നത് 9-ാം തീയതിയാണ്. HSSന്റെ ക്രിസ്മസ് എക്സാം ആരംഭിക്കുന്നത് എന്നുള്ള ഒരു ഒഫീഷ്യൽ ഓൾറെഡി അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഡിസംബർ 9 നമ്മളെ ക്രിസ്മസ് എക്സാം ആരംഭിക്കുകയാണ്. ദിവസങ്ങൾ അടുത്തടുത്തോണ്ടിരിക്കുക അല്ലെ? അതെ. അപ്പൊ 9-ാം തീയതിക്ക് ശേഷമായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് എത്ര ശതമാനമാണ് ക്രിസ്മസ് എക്സാമിന് വരിക അല്ലെ? 20% ടോപ്പിക്. ഫസ്റ്റ് ടൈമിലെ 20% ടോപ്പിക് ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കുക. അതെങ്ങനെയാണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്നുള്ളതും എത്ര മാർക്ക് ആണെന്നുള്ളതും എൻജില് നമ്മൾ പറയാം. അതിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യാ ഫസ്റ്റ് ടൈമിലെ പോർഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭൂരിഭാഗം കുട്ടികളും പഠിച്ചു. പക്ഷെ അവർക്കൊക്കെ സി മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇത്തവണ സ്കീം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കൂടി 20% ടോപ്പിക്സ് ഉണ്ടാകുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടി കൺഫേം ചെയ്ത് കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വന്നതെന്ന് അറിയണമെങ്കിൽ 2023 ഡിസംബറിൽ നടന്ന ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൂഫോട് കൂടി തന്നെയാണ് പറയുന്നത് ഇത്രയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 1 മാർക്കിന്റെ 5 ചോദ്യങ്ങളാണുള്ളത്. ആ 5 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യം തന്നെ ഡി ആൻഡ് എഫ് ബ്ലോക്ക്. അത് ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റർ ആണ്. ഓണം എക്സാമിന് വന്ന ചാപ്റ്റർ. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് 1 മാർക്കിന്റെ ചോദ്യം ഡി ആൻഡ് എഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോർഡിനേഷൻ ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട് സെക്കൻഡ് ടേമിലെ ചാപ്റ്റർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൽക്കഹോൾ ഫിനോള്. നാലാമത്തെ ക്വസ്റ്റ്യനും ആൽക്കഹോൾ ഫിനോളിൽ നിന്ന്. അഞ്ചാമത്തത് ഇത് നമ്മൾ ഓരോന്നും 2 മാർക്കിന്റെ 1 മാർക്കിന്റെ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയായാലും ഫസ്റ്റ് ടേമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇത്രയും ചാപ്റ്റർ ആണ് ഫസ്റ്റ് ടൈമിലെ ചാപ്റ്റേഴ്സ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം സൊല്യൂഷൻസ്. 1 മാർക്കിന് ചോദ്യങ്ങൾ വന്നു ആറ്റി? ഇല്ല, 1 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യനും വന്നിട്ടില്ല. സൊല്യൂഷൻ അല്ലേ? റെഡി അല്ലേ? അതേപോലെ 2 മാർക്സിനും 3 മാർക്സിനും സൊല്യൂഷനിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദ്യങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ 4 മാർക്കിന് ഒരു ചോദ്യം വന്നു. അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാൽ സെക്കൻഡ് ടേമിലെ എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും നിങ്ങൾക്ക് 4 മാർക്കിനുള്ളത് അറിയില്ല എങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചോയ്സ് ഇല്ല. ഒരു ക്വസ്റ്റ്യൻ ആ ചോയ്സ് ഉള്ളത്. അത് നഷ്ടപ്പെട്ടാൽ ഫുൾ മാർക്ക് അങ്ങ് പോകും. റെഡി അല്ലേ? അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ് ഇലക്ട്രോ. 5 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു അല്ലേ? റെഡി ആണ്. 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, 3 മാർക്കിന് കെമിക്കൽ കൈനറ്റിക്സിലേക്ക് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം. 2 മാർക്കിന്റെ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമ്മൾ ഇതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അടുത്തത് കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ 1 മാർക്ക് 1 ക്വസ്റ്റ്യൻ, 2 മാർക്ക് 2 ക്വസ്റ്റ്യൻ, 3 മാർക്ക് 3 ക്വസ്റ്റ്യൻ. പറയാൻ തന്നെ 4 മാർക്സിന്റെ 1 ക്വസ്റ്റ്യൻ. ഒരുപാട് വെയിറ്റേജ് ആണ്. ടോട്ടൽ എത്ര മാർക്ക് ആണെന്ന് നമ്മൾ പറയാം. Then halo alkenes and halo arenes ആണ്. 1 മാർക്കിന്റെ ഒരു ചോദ്യം പോലും ഇല്ല. 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 3 മാർക്ക് 1 ക്വസ്റ്റ്യൻ, 4 മാർക്ക് 1 ക്വസ്റ്റ്യൻ. ഹാലോ ആൽക്കെൻസ് ആൻഡ് ഹാലോ അറേൻസ്. അതെ. അപ്പോ അവിടെയും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടാട്ടി. ചിലപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിലും ഒരേ ഒരു ചോയ്സേ ഉള്ളൂ. അപ്പോ ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് എല്ലാത്തിൽ നിന്നും 1 മാർക്കിന്റെ കിട്ടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ റിസ്ക് ഉള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 മാർക്ക് 4 മാർക്കാണ് റിസ്ക് ഉള്ളത്. ഒരു ചോയ്സ് മാത്രം. അടുത്തത് ആൽക്കഹോൾ ഫിനോൾസ് ആൻഡ് ഈതേഴ്സ്. 1 മാർക്ക് 2 ക്വസ്റ്റ്യൻ, 2 മാർക്ക് 2 ക്വസ്റ്റ്യൻ, 3 മാർക്ക് 2 ക്വസ്റ്റ്യൻ, 4 മാർക്ക് 1 ക്വസ്റ്റ്യൻ. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഈ ഒരു +2 2 ചാപ്റ്റർ അമൈൻസും ബയോമോളിക്യൂൾസും ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പൊ ആൽഡിഹൈഡിൽ നിന്ന് 1 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ,
2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻ ആൻഡ് 4 മാർക്ക് 1 ക്വസ്റ്റ്യൻ ഉണ്ട്. റെഡി അല്ലേ? അപ്പൊ ഏതാണ് ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ? ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ നിങ്ങൾ നോക്കിയേ, 2 ചാപ്റ്റർ പഠിച്ചാൽ അല്ലെ, 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടും. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അതിൽ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ കോർഡിനേഷൻ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് 18 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് കോർഡിനേഷൻ. ചോയ്സും കൂടി കൂട്ടി ഏകദേശം 78 അല്ലെ, 76 78 റേഞ്ചിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ 60 മാർക്ക് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 78ന്റെ 20% ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് 78ന്റെ 20% ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 14-15 മാർക്കാണ്. ആ 14-15 മാർക്കാണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് വരിക. അത് പഠിച്ചില്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പക്ഷെ അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കോർഡിനേഷനും ഹാലോ ആൽക്കീനും ആൽക്കഹോളും ആൽഡിഹൈഡും കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയണം. അതിൽ നിന്ന് 1 മാർക്കും 2 മാർക്കും ബുദ്ധിമുട്ടില്ല, എല്ലാം കൂടി കൊടുക്കും. റെഡിയാണ്. ഇത് ഒഴിവാക്കിയാലും ഫുൾ മാർക്ക് ഉറപ്പാ. കാരണം ഇവിടുന്ന് ഒരു 15 മാർക്കിനുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ. എന്നാലും അവർക്ക് 60 സ്കോർ. പക്ഷേ 15 മാർക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് 60 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. അതെ, ചോയ്സ് ഇല്ല. എല്ലാം നിങ്ങൾ ഈ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കുകയാണെങ്കിൽ, ഈ 4 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 60-ൽ 60. NCERT-യിലുള്ള മുഴുവൻ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആയിരിക്കും. 1 മാർക്ക് ഒക്കെ ചോദിക്കുക, ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു സാധനമൊക്കെ ആയിരിക്കും പവർ ആൽക്കഹോൾ. എസ്പെഷ്യലി ഇതിൽ 3 ചാപ്റ്റർ ഓർഗാനിക് ആണെന്നുള്ള മക്കൾ ഓർമ്മിക്കണം. 3 ചാപ്റ്റർ ഓർഗാനിക് ആണ്. നിങ്ങൾ ഓർഗാനിക് ഗ്രിപ്പ് വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെ. അത് കുറച്ചുകൂടി കഴിഞ്ഞ് റെഡി വരണം. എന്താണെങ്കിലും ഈ ചാപ്റ്റേഴ്സ് 4 നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് 4 ഫുൾ മാർക്ക് സ്കോർ ചെയ്യാന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം വിടാം. അല്ല, ചോയ്സ് വേണമെന്നാണെങ്കിൽ ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടി പഠിക്കാം. ഞങ്ങൾ എപ്പോഴും പ്രിഫർ ചെയ്യാം ഫസ്റ്റ് ടൈം വിടാതെ പഠിക്കാൻ തന്നെയാ പറയാം. ഫസ്റ്റ് ടൈം കൂടി പഠിക്കാനാ പറയാ. റെഡി? അപ്പൊ എനിവേ ഇനി ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. ക്രിസ്മസ് എക്സാം, അതിനുശേഷം പ്രാക്ടിക്കൽ എങ്ങനെ പഠിക്കാം, ഇംപ്രൂവ്മെന്റ് എങ്ങനെ പഠിക്കാം, അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ പ്രാക്ടിക്കലിന്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്പ് ചെയ്യാൻ ഓൾറെഡി സോൾട്ട് അനാലിസിസ് ഒരു 18 എക്സ്പെരിമെന്റോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി വോളിമെട്രിക് അനാലിസിസ് വരാൻ പോവുകയാണ്. മാത്സിന്റെ ലാബ് ഉണ്ടായിരിക്കും, ബയോളജിയുടെ ലാബ് ഉണ്ടായിരിക്കും, ഫിസിക്സ് ലാബുകൾ ഉണ്ടായിരിക്കും. സോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ഓക്കെ, സീ യു.